പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക പ്രകാശന കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ഈ പുസ്തകം റിലീസ് ചെയ്യുന്നത് കിംസേൽസ് എം ഡി ഡോക്ടർ എം എ ഷഹറുള്ള സാഹിബ്. ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടർ ഡോക്ടർ എം ആർ തമ്പാൻ. പുസ്തകം സ്വീകരിക്കുന്നതിനും പ്രകാശനം ചെയ്യുന്നതിനും ഇരുവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇതെന്താ എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യ അധ്യക്ഷൻ എം എം ഹസൻ സാഹിബ്, ഇതിൻ്റെ അവതാരികമെല്ലാം എഴുതിയ ഡോക്ടർ എം ആർ തമ്പാൻ, നമ്മുടെ പ്രധാന ഗ്രന്ഥകാരൻ ശ്രീ നൈനാർ മുഹമ്മദ്, വേദിയിലുള്ള വ്യക്തിത്വൻ മിസ്റ്റർ എം നജീബ് ആൻഡ് സക്കീർ ഹുസൈൻ ആൻഡ് സദസ്സിലുള്ള എല്ലാ വ്യക്തികൾക്കും നമസ്കാരം. ഞാൻ ഈ ബുക്ക് കുറച്ചെല്ലാം കംപ്ലീറ്റായിട്ട് വായിച്ചിട്ടില്ല, കുറച്ച് വായിച്ചു. എല്ലാവരും ഈ ബുക്ക് വാങ്ങിച്ച് വായിക്കണം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. വളരെ ലളിതമായ ഭാഷയിലും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പല സബ്ജക്ട്സും നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഈ ബുക്കിൽ. ആദ്യമായിട്ട് ഈ ഇത്രയും സൃഷ്ടിയും ശാസ്ത്രവും എന്നുള്ള ഈ സബ്ജക്റ്റ് വളരെ ലളിതമായിട്ട് എഴുതാൻ നൈനാർ മുഹമ്മദിന് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ടും അദ്ദേഹത്തെ അനുമോദിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ വിധത്തിലുള്ള കൺഗ്രാറ്റുലേഷൻസും. അത് മാത്രമല്ല, അതിൽ നോക്കിയാൽ അറിയാം, അദ്ദേഹം നേരത്തെ 5 ബുക്കുകൾ കൂടെ എഴുതിയിട്ടുണ്ട്. ഭരിക്കപ്പെടാത്ത ദാരിദ്ര്യം, മതാന്ധത പേർക്കുന്ന ജനാധിപത്യം, ദൈവസാക്ഷ്യം, വംശീയതയെ ദേശീയതയ്ക്കെതിരെ 3 നാടകങ്ങൾ. അങ്ങനെ പല ബുക്കുകളും നേരത്തെ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അത് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇതിനകത്ത് 2 കാര്യങ്ങൾ മാത്രം ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഡോക്ടർ എം ആർ തമ്പാൻ വളരെ വിശദമായിട്ട് അത് ഡീറ്റെയിലായിട്ട് പറഞ്ഞു. എനിക്ക് ഏറ്റവും തോന്നിയത്, ഒന്ന് സയൻറ്റിഫിക് നോളജ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ആ ചാപ്റ്ററിൽ തന്നെ പരിണാമ സിദ്ധാന്തം, എന്താണ് ശാസ്ത്രം എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹം വളരെ ലാഘവത്തോടെ പറഞ്ഞിട്ടുണ്ട്. സയൻറ്റിഫിക് നോളജ് എപ്പോഴും നമ്മളെപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. സയൻസ് എന്നുള്ള വാക്ക് തന്നെ ഈ അദ്ദേഹത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ലാറ്റിൻ വേർഡ് സയൻഷ്യ എന്നുള്ള വാക്ക് ഉണ്ടായതാണ്. വളരെ സിമ്പിളാണ് അതിൻ്റെ അർത്ഥം നോളജ് എന്നാണ്, അറിവെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളത് ഇവിടെ പല വിധത്തിലായിട്ട് നമ്മളത് ഒരു വിവാദ വിഷയമാക്കാണ് എപ്പോഴും സയൻസ്. അതായത് ആത്മീയ വിദ്യാഭ്യാസം, സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ, മോഡേൺ എഡ്യൂക്കേഷൻ. അപ്പോൾ എല്ലാ എഡ്യൂക്കേഷൻ്റെയും ഉറവ് സയൻസാണ്, നോളജ്. അതുകൊണ്ട് അത് അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് കണ്ട് അതൊരു വലിയ കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ് ആക്കേണ്ട യാതൊരു കാര്യമില്ല. എല്ലാം സയൻസിൽ നിന്ന് ആണ് ഉണ്ടാകുന്നത്. പരിണാമ സിദ്ധാന്തം നമ്മൾ വായിക്കുന്നതുകൊണ്ടോ അത് മനസ്സിലാക്കുന്നത് കൊണ്ടോ ഒരിക്കലും ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ യാതൊരു കുറവും വരില്ല.
അതാണ് പിന്നെ സൃഷ്ടിയും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം. അത് വളരെ നല്ലപോലെ ഇനിഷ്യൽ ചാപ്റ്റേഴ്സിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നൊരു കാര്യം നല്ലപോലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അതായത് മനുഷ്യൻ്റെ സ്വഭാവം ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളുടെയും എല്ലാം അതിൻ്റെ ഉറവിടം മനുഷ്യൻ ഒരിക്കലും മാറിയിട്ടില്ല. നമ്മൾ വളരെ ഇപ്പോൾ AI എന്നും IoT എന്നും എല്ലാം പറഞ്ഞിട്ട് ഒരുപാട് വ്യത്യാസങ്ങളും കമ്പ്യൂട്ടറൈസേഷനും എല്ലാം വന്നിട്ടുണ്ടെങ്കിലും മനുഷ്യൻ ജനിച്ചതിൻ്റെ അന്ന് പോലെയുള്ള സ്വഭാവം തന്നെയാണ് ഇന്നുമുള്ളത്. മനുഷ്യൻ അത് എത്രത്തോളം നല്ലതാകാം, എത്രത്തോളം ക്രൂരനാകാം എന്നുള്ളത് ഇന്നും ഒരേപോലെ തുടരുന്നു. ഒരു അനിമൽ പോലും വേറൊരു അനിമലിനെ കൊല്ലാറില്ല. ഒന്നുകിൽ ഡിഫെൻസിന് വേണ്ടി കൊല്ലും, ഒരു അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് കൊല്ലും. അതല്ലെങ്കിൽ ഫുഡ് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഫുഡിന് വേണ്ടി കൊല്ലും. പക്ഷേ മനുഷ്യർ മാത്രം ബാക്കിയുള്ള മനുഷ്യരെ പല കാരണങ്ങൾക്ക് വേണ്ടിയും, വളരെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയും, മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും, റേസിസത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും എല്ലാം കൊല്ലുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇന്ന് അത് മനുഷ്യനുണ്ടായത് മുതൽ ഉള്ള ചരിത്രമാണ്. ഇന്നും അത് തുടരുന്നു. അതിനകത്തൊരു വ്യത്യാസമില്ല. വ്യത്യാസം എന്താണുള്ളതെന്ന് വെച്ചാൽ പുതിയതായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു, പുതിയതായ എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുന്നു, ഇപ്പോൾ AI ഉപയോഗിക്കുന്നു, സൈബർ വാർ ഉപയോഗിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. അതും അദ്ദേഹം വളരെ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു ഇത് മാത്രമുണ്ട്, അതായത് ഗസ പാലസ്തീനിയൻ ടൗണാണ്, അവരുടെ താമസ സ്ഥലമാണ്. ഈ പാലസ്തീനിയൻസുമായിട്ട് ഞാൻ 10-20 വർഷം വർക്ക് ചെയ്തതാണ്, വളരെ അടുത്ത ബന്ധമുള്ളതാണ്. അപ്പോൾ ഈ പാലസ്തീനിയൻസ് അതുപോലെ തന്നെയാണ് ആയിട്ടും ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ ഞാൻ താമസിച്ച സ്ഥലം തന്നെ എൻ്റെ ഉടമസ്ഥൻ ഒരു ജൂ ലേഡിയായിരുന്നു. അപ്പോൾ ഗസയിൽ ഇപ്പോൾ എത്രത്തോളം മാതാപിതാക്കളും സഹോദരങ്ങളും നഷ്ടപ്പെട്ട കുടുംബത്തിൻ്റെ മറക്കാനാവാത്ത ഒരു കുഞ്ഞ് ഉണ്ട്. എന്നിട്ട് അവരെ ബോംബിട്ട് എല്ലാവരെയും കൂടെ, അവർക്കത് ഫുഡൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരുടെ കുറച്ച് ബോംബിട്ടിട്ട് അവരെ കൊന്നു. ആ കുട്ടി മാത്രം. അപ്പോൾ കുട്ടി വളരെ സിമ്പിളായിട്ട് പറയുകയാണ്, ഞാൻ അള്ളാഹുവിനോട് ഞാനെല്ലാം പറഞ്ഞു കൊടുക്കും, ഞാൻ പോകുമ്പോൾ ഞാനെല്ലാം അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കും എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് മാത്രം അദ്ദേഹം നല്ലപോലെ എഴുതിയിട്ടുണ്ട്. ഇത് നേരത്തെ കോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓരോ ഇപ്പോഴുണ്ടാകുന്ന ഓരോ ഡെവലപ്മെൻറ്റും മനുഷ്യൻ്റെ സ്വഭാവം മാറിയിട്ടില്ല, നമ്മൾ റിഫൈൻഡാണ്, കൾച്ചേർഡാണെന്നെല്ലാം പറയുമ്പോൾ അത് ഒന്ന് ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണെന്ന് അദ്ദേഹം വളരെ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പല വിധത്തിലും ഈ ബുക്ക് വളരെ നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് വായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും കൂടെ ഞാൻ അനുവദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.